ഈശോ മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരങ്ങളെ, പ്രേഷിത കമ്മ്യൂണിക്കേഷൻസ് ഒരുക്കുന്ന വചനവിരുതിലേക്ക് ഏവർക്കും സ്വാഗതം. കത്തോലിക്ക തിരുസഭ നോമ്പുകാലത്തിലെ 5-ാം ഞായറാഴ്ചയിലൂടെ കടന്നുപോകുമ്പോൾ ഇന്ന് നമ്മുടെ മുൻപിൽ വരച്ചു കാട്ടുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 7-8 അധ്യായങ്ങൾ വഴിയായി യേശുക്രിസ്തു ജീവന്റെ ജലവും ജീവന്റെ വെളിച്ചവുമാണ് എന്നുള്ള വസ്തുതയാണ്. എപ്രകാരമാണ് യേശുക്രിസ്തു ജീവന്റെ ജലവും ജീവന്റെ വെളിച്ചവുമായി തീരുന്നത്? ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, പ്രകൃതിയെ സംബന്ധിച്ചിടത്തോളം, ഈ ലോകത്തെ സംബന്ധിച്ചിടത്തോളം വെള്ളവും വെളിച്ചവും അത്യന്താപേക്ഷിതമാണ്. വെള്ളം ഒരു മനുഷ്യന് ജീവൻ നൽകുന്നതാണ്. ചൊവ്വയിലും മറ്റ് ഗ്രഹങ്ങളിലും ജീവന്റെ നിലനിൽപ്പുണ്ടോ എന്നറിയുന്നതിനായി ആദ്യം തന്നെ പരിശോധിക്കുന്നത് അവിടെ വെള്ളത്തിന്റെ അംശമുണ്ടോ എന്നുള്ളതാണ്. ഒരു മനുഷ്യ ശരീരത്തിൽ 2 ഭാഗവും വെള്ളമാണ് അടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളവും ഈ പ്രകൃതിയെ സംബന്ധിച്ചിടത്തോളവും വെള്ളം അതിപ്രധാനമായ ഒരു ഘടകമാണ്. വെളിച്ചത്തിലൂടെ ഈ ലോകത്തിലേക്ക് ജീവൻ കടന്നു വരുന്നു. വെളിച്ചമാണ് ജീവിതത്തിൻ്റെ അടിസ്ഥാന ഘടകം. അതുകൊണ്ട് തന്നെയാണ് വെളിച്ചമില്ലെങ്കിൽ അന്ധകാരം ഈ ലോകത്തിലേക്ക് വ്യാപിക്കുമെന്ന് പറയുന്നത്. സുവിശേഷകന്മാർ യേശുക്രിസ്തുവിനെ ജീവന്റെ ജലമായും ജീവന്റെ വെളിച്ചമായും പറയുന്നതിന് കാരണം ഇതുകൊണ്ട് തന്നെയാണ്. യേശുക്രിസ്തു മഹാദിനത്തിൽ എഴുന്നേറ്റ് നിന്ന് പറയുന്നു, ഞാൻ ജീവന്റെ ജലവും ഞാൻ ജീവന്റെ പ്രകാശവുമാണ്. പഴയ ദൈവ പൂർത്തീകരണമായ യേശുക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് സുവിശേഷകന്മാർ വരച്ചു കാട്ടുന്ന ചിത്രത്തിലും അപ്പുറം പഴയ നിയമ വായനകൾ ഉടനീളം പരിശോധിക്കുമ്പോൾ യേശുക്രിസ്തു പഴയ നിയമ പൂർത്തീകരണമായി നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇന്ന് 1-ാം വായനയായ ഉൽപ്പത്തി പുസ്തകം 16-ാം അധ്യായത്തിലൂടെ സാറായുടെ പീഡനത്തിനിരയായ ഹാഗാർ എന്ന് പറയുന്ന യുവതി അവിടെ നിന്നും ഒളിച്ചോടി നീരുറവയുടെ പക്കലിരിക്കുമ്പോൾ ദൈവദൂതൻ അവിടേക്ക് കടന്നു വരികയും തൻ്റെ ഹൃദയത്തിൽ അണഞ്ഞുപോയ തീയെ ആളിക്കത്തിക്കുകയും അങ്ങനെ തിരിച്ച് വീണ്ടും സാറായുടെ പക്കലേക്ക് പോകുവാൻ പറയുകയും ചെയ്യുന്നു. നിത്യജീവന്റെ ഉറവിടം അവൾക്ക് നൽകുകയാണ്. ഇന്നത്തെ 2-ാം വായനയായ ജോഷുവയുടെ പുസ്തകം 9-ാം അധ്യായത്തിലൂടെ കത്തോലിക്ക തിരുസഭ നമ്മുടെ മുൻപിൽ വരച്ചു കാട്ടുന്നത് ഇസ്രായേൽ വംശജരുടെ അടിമത്തത്തിൽ കരുതിയിരുന്ന ഗിബയോൻ വംശജരെ കുറിച്ചാണ്. ഗിബയോൻ വംശജർ അടിമകളായിരുന്നെങ്കിലും വളരെ സന്തോഷവാന്മാരായിരുന്നു. കാരണം കർത്താവിൻ്റെ ബലിപീഠത്തിലേക്ക് വിറക് ശേഖരിക്കുന്നവരും ജലം ശേഖരിക്കുന്നവരുമായിരുന്നു. അതുകൊണ്ട് തന്നെ തങ്ങളുടെ ജീവിതം ദൈവത്തിന് വേണ്ടി സജീവ ബലികളായി അർപ്പിക്കുവാനും ദൈവത്തിന് വേണ്ടി വേല ചെയ്യുവാനും അവർ സദാ ഉത്സുകരായിരുന്നു. ഇന്നേ ദിവസത്തെ 3-ാം വായനയായ വിശുദ്ധ പൗലോസ് ശ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം വഴിയായി നമ്മളോട് പറയുന്നത് യേശുക്രിസ്തുവിന് വേണ്ടി എരിഞ്ഞടങ്ങുന്ന സജീവ ബലികളായി നാം തീരണം. നമ്മുടെ ശരീരം വഴിയായി, നമ്മുടെ അവയവങ്ങൾ വഴിയായി യേശുക്രിസ്തുവിന് വേണ്ടി സാക്ഷ്യം നൽകുന്ന സജീവ സാക്ഷ്യങ്ങളായി തീരുവാൻ നമ്മോട് ഉത്ബോധിപ്പിക്കുന്നു. ഇന്ന് ഈ 3 വായനകളിലും പരാമർശിക്കുന്നത് ജീവന്റെ ജലത്തെക്കുറിച്ചും ജീവന്റെ വെളിച്ചത്തെക്കുറിച്ചുമാണ്. ഇതിനുള്ള പൂർത്തീകരണമെന്ന വണ്ണം യേശുക്രിസ്തു മഹാദിനത്തിൽ എഴുന്നേറ്റ് നിന്ന് പറയുകയാണ്, ഞാൻ ജീവന്റെ ജലവും ജീവന്റെ വെളിച്ചവുമാണ്. ഇസ്രായേൽ ജനം മരുഭൂമിയിൽ ദാഹിച്ചു തളർന്നപ്പോൾ പാറയിൽ നിന്ന് ജലം പുറപ്പെടുവിച്ചതിൻ്റെ അനുസ്മരണമായും ഇസ്രായേൽ ജനത്തിൻ്റെ തളർച്ചയിൽ പകൽ മേഘസ്തംഭമായും രാത്രി ദീപസ്തംഭമായും കടന്നു വന്ന ദൈവത്തെ അനുസ്മരിക്കുന്നതായും ഇന്ന് നാം മനസ്സിലാക്കുന്നു. മറ്റ് സുവിശേഷകന്മാരെക്കാളും യോഹന്നാന് വളരെയധികം പ്രാധാന്യമുണ്ട്. കാരണം യേശുക്രിസ്തു പഴയ നിയമ പൂർത്തീകരണമെന്ന് മറ്റു സുവിശേഷകന്മാരും ലേഖകന്മാരും പറയുമ്പോൾ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം യേശുക്രിസ്തു പഴയ നിയമ പൂർത്തീകരണമാണ് എന്നുള്ളതിനുള്ള തെളിവുകളടക്കം അദ്ദേഹം പറയുന്നു. അടയാളങ്ങളും അത്ഭുതങ്ങളും മാത്രമല്ല, പഴയ നിയമത്തിൻ്റെ ഓരോ തിരുനാളുകളും ഓരോ അടയാളങ്ങളും വഴിയായി യേശുക്രിസ്തുവിനെ പൂർത്തീകരണമാക്കി തീർക്കുകയാണ് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം. അതുകൊണ്ട് തന്നെയാണ് കൂടാര തിരുനാളിൻ്റെ അന്ന് യേശുക്രിസ്തു എഴുന്നേറ്റ് നിന്ന് ജീവന്റെ ജലമായും ജീവന്റെ വെളിച്ചമായും ലോകത്തിന് തന്നെ പ്രഖ്യാപിക്കുന്നത്. കൂടാര തിരുനാൾ എന്ന് പറയുന്നത് സീലുവ കുളത്തിൽ പോയി പുരോഹിതരും ദൈവജനവും വെള്ളം ശേഖരിച്ച് ബലിപീഠത്തിന് ചുറ്റും വെള്ളമൊഴിക്കുന്നതായും തുടർന്ന്
തങ്ങളുടെ കരങ്ങളിൽ ദീപങ്ങളേന്തി ഈ ദൈവം പ്രകാശമാണ് എന്ന് പറയുന്ന തിരുനാളാണ്. ഈ കൂടാര തിരുനാളിൻ്റെ അന്ന് തന്നെയാണ് യേശു ക്രിസ്തു ജെറുസലേമിൽ എഴുന്നേറ്റ് നിന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്നത്, ഞാൻ ജീവന്റെ ജലമാണ്, ഞാൻ ജീവന്റെ പ്രകാശമാണ്. അതുകൊണ്ട് യേശു ക്രിസ്തു എന്ന ജീവജലത്തെ കുടിക്കുവാനും യേശു ക്രിസ്തുവാകുന്ന ജീവന്റെ പ്രകാശത്തെ ധരിക്കുവാനും നാം സദാ ഉത്സുകരാകണം. കത്തോലിക്ക തിരുസഭയിൽ 5-ാം ഞായറാഴ്ചയായ ഇന്ന് നോമ്പുകാലത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ നമ്മുടെ ജീവിതവും യേശു ക്രിസ്തുവിന് വേണ്ടി എപ്രകാരം നിത്യജീവന്റെ ഉറവയായി മാറുന്നു, നിത്യ പ്രകാശമായി മാറുന്നു എന്ന് ആത്മവിചിന്തനം ചെയ്യാം. നമുക്കും ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവത്തിന് വേണ്ടി സ്വയം എരിഞ്ഞടങ്ങുവാനും ദൈവത്തിന് വേണ്ടി സജീവ സാക്ഷ്യം നൽകുന്ന നിത്യജീവന്റെ വചനങ്ങളായി തീരുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.